ലോക രാജ്യങ്ങളുടെ മുന്നിൽ ആളാവാൻ നോക്കി, അത് ഇന്ത്യയെ വെച്ച് ആളാവാൻ നോക്കിയ ട്രംപിന് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് എട്ടിന്റെ പണിയാണ്. ട്രംപിന്റെ തള്ളലൊക്കെ എന്താ പറയുക, 3G ആയി പോയി എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായിരുന്നു സംഭവം? അതായത് ഇന്ത്യ പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ അതിൻ്റെ പിതൃത്വം, അതിൻ്റെ പിതാവ് ഞാനാണ് എന്നാണ് ട്രംപ് അവകാശപ്പെട്ടത്. അയാളുടെ ഒരു ട്വീറ്റാണ്, അത് ആ ട്വീറ്റ് ഞാൻ വായിക്കാം. ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ എഗ്രീഡ് ടു എ ഫുൾ ആൻഡ് ഇമ്മീഡിയറ്റ് സീസ് ഫയർ ഫോളോവിങ് എ ലോങ് നൈറ്റ് ഓഫ് ടോക്സ്. അതായത് ഒരുപാട് രാത്രികളിലെ തുടർച്ചയായ ചർച്ചകൾക്ക് ശേഷം ചങ്ങാതി ഉറങ്ങാതെ കാത്തിരിക്കുകയായിരുന്നു. ഈ ചർച്ചകളൊക്കെ നടത്തിയതിന് ശേഷം ഞാൻ ചർച്ച നടത്തിയതുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ഇതായിരുന്നു ട്രംപിൻ്റെ പ്രഖ്യാപനം അല്ലെങ്കിൽ ട്വീറ്റ്. ഈ ട്വീറ്റ് വന്നത് മെയ് 10 ഇന്ത്യൻ സമയം വൈകിട്ട് 5:25 അപ്പോൾ ഇതിന് ശേഷം ഈ വാർത്ത പിന്നീട് ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ഉണ്ടായി അല്ലെങ്കിൽ ധാരണയുണ്ടായി എന്നുള്ളത് നമ്മുടെ ഔദ്യോഗിക വൃത്തങ്ങൾ സ്ഥിരീകരിക്കുകയും അത് വാർത്തയാവുകയും ചെയ്യുന്നു. അപ്പോൾ ഈ മറ്റ് ലോകരാജ്യങ്ങളിലും ലോകമാധ്യമങ്ങളുമൊക്കെ ട്രംപിൻ്റെ ട്വീറ്റും കൂടി ചേർത്ത് വെച്ചാണ് വാർത്തയായത്. പിന്നീട് ആ കാര്യത്തിൽ ഇന്ത്യ ഒരു വിശദീകരണം നൽകി. ഈ കാര്യം, അതായത് ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു ഉഭയകക്ഷി പ്രശ്നമാണ്, അവിടെ ഒരു മധ്യസ്ഥന് റോളില്ല. മുമ്പും അമേരിക്ക ഇത്തരത്തിൽ കാശ്മീർ പ്രശ്നം ഇപ്പം ഞങ്ങൾ പരിഹരിച്ചു തരാം എന്ന് പറഞ്ഞ് ട്രംപ് അടക്കം വന്നിട്ടുള്ളതാണ്. അപ്പോഴും ഇന്ത്യ എടുത്തൊരു നിലപാടുണ്ട്, ഇത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണ്, അതിൽ ഒരു മൂന്നാമതൊരു ഇടപെടേണ്ട ആവശ്യമില്ല എന്നൊരു നിലപാട് പണ്ടേ ഉണ്ട്. ഇതറിയാവുന്ന ആൾ കൂടിയാണ് ട്രംപ്, എന്നിട്ടാണ് ഈ വേലയൊക്കെ ഒപ്പിച്ചത്. അപ്പോൾ ഇതിൽ ഒരു ക്ലാരിറ്റി ഇപ്പോൾ വന്നിട്ടുണ്ട്, എന്താണ് അന്ന് നടന്നത് എന്നുള്ളത്. മെയ് 7 ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. മെയ് 7 പുലർച്ചെ. ഒരു യുദ്ധം തുടങ്ങുന്നതിനേക്കാൾ പാടാണ് അല്ലെങ്കിൽ ശ്രമകരമാണ് അത് എപ്പോൾ അവസാനിപ്പിക്കണമെന്ന്, അതും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇതറിയാൻ മേലാത്ത ആളുകളാണ് അമേരിക്ക. അതുകൊണ്ടാണ് അവർക്ക് അഫ്ഗാനിസ്ഥാനിലൊക്കെ വൻപൻ നാണക്കേടൊക്കെയുണ്ടായത്. തുടങ്ങി വെച്ചിട്ട് എവിടെ അവസാനിപ്പിക്കണമെന്ന് അറിയില്ല. പക്ഷേ ഇന്ത്യ അക്കാര്യത്തിലെടുത്ത നിലപാട് എങ്ങനെ തുടങ്ങിയോ അതേപോലെ തന്നെ അവസാനിപ്പിക്കണം എന്നും ഇന്ത്യക്കറിയാം. അതുകൊണ്ടാണ് കൃത്യം 4 അന്ന് പാകിസ്ഥാൻ വെടിനിർത്തൽ സന്നദ്ധത അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ അതിന് ഇന്ത്യ വഴങ്ങിക്കൊടുത്തത് അതുകൊണ്ട് തന്നെയാണ്. കാരണം ഇന്ത്യ ആഗ്രഹിച്ച ലക്ഷ്യം നേടി. കൃത്യമായി അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തു. 9 ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ച് നശിപ്പിച്ചു. ഇന്ത്യയുടെ പൗരന്മാരെ പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തി നിർദ്ദയം വധിക്കാൻ തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ കൊലപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ ഇന്ത്യ കൃത്യമായി തിരിച്ചടി നൽകി. ബ്രഹ്മോസ് അടക്കമുള്ള ഉഗ്രശേഷിയുള്ള ആയുധങ്ങൾ നമ്മൾ ഉപയോഗിച്ചു. അതോടുകൂടി ലാഹോറിലെ വ്യോമ പ്രതിരോധ സംവിധാനം, ചൈനീസ് വ്യോമ പ്രതിരോധ സംവിധാനം റഡാർ തകർന്നു. അവിടെ നൂർഖാൻ വ്യോമതാവളം തകർന്നു. ഇതോടെ പാകിസ്ഥാൻ അങ്ങ് ഉണർന്നെഴുന്നേറ്റു, ഇനി പോയാൽ പിടിച്ചു നിൽക്കാനാകില്ല. അങ്ങനെ മെയ് 10 ഏതാണ്ട് 11 മണിയോടുകൂടി പാകിസ്ഥാൻ്റെ DGMO, അതായത് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ, ഈ പട്ടാളത്തിൻ്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ആൾ എന്ന് വേണം മലയാളത്തിൽ മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം, അയാൾ ഇന്ത്യയിലേക്ക് വിളിച്ചു. ഹോട്ട് ലൈൻ സംവിധാനം, അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ എത്രയും പെട്ടെന്ന്, അതായത് നമ്മുടെ സാധാരണ പൗരന്മാർക്ക് വിളിക്കുന്ന ടെലിഫോൺ സംഭാഷണം പോലെയല്ല, അതിന് ഹോട്ട് ലൈൻ എന്നാണ് അറിയപ്പെടുക. അതുവഴി ഇന്ത്യയുടെ DGMO രാജീവ് ഗായെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തിന് അപ്പോൾ അത് കിട്ടിയില്ല. വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അദ്ദേഹം 12:30 വരെ ഇതുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ തിരക്കിലായിരുന്നു. പിന്നീട് ഉച്ചയ്ക്ക് 3:30 ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നത്. പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ഞങ്ങളെ ആക്രമിക്കുന്നത് ദയവായി നിർത്തണം, ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറാണ്, അതുമായി ദയവായി സഹകരിക്കണം എന്ന തരത്തിലുള്ള അഭ്യർത്ഥന പാകിസ്ഥാൻ മുന്നോട്ട് വെച്ചത്. കൃത്യം സമയം 3:30. ട്രംപ് ട്വീറ്റ് ചെയ്തത് 5:30 ഏതാണ്ട് 2 മണിക്കൂറോളം ഗ്യാപ്പുണ്ട്. ഇത് ടൈം ലൈൻ സഹിതം ഇപ്പോൾ ഇന്ത്യ പുറത്തുവിട്ടിരിക്കുന്നു. ഇനി ട്രംപ് ഈ വിവരം എങ്ങനെ അറിഞ്ഞു എന്നുള്ളത് കൗതുകരമായ ചോദ്യമാണ്. അതെ, നമ്മൾ അയൽവക്കക്കാർ തമ്മിൽ ഒരു വഴക്കുണ്ടായെന്നിരിക്കട്ടെ, നമ്മുടെ വീട്ടിൽ സ്ഥിരമായി സന്ദർശനത്തിന് വരുന്നയാൾ എന്തുകൊണ്ട് വിശേഷമെന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ പറയാറുണ്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത് അത്രേ ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട്. ഇത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടാകുന്നു. സ്വാഭാവികമായും അമേരിക്ക ഇക്കാര്യത്തിൽ അവർ അന്വേഷണം നടത്തും. കാര്യം അവരാണല്ലോ ലോക പോലീസ് എന്ന വിശേഷണം പേർന്നവർ. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യ നിലവിലെ സ്ഥിതികൾ അവരെ ധരിപ്പിച്ചിട്ടുണ്ടാകും. ഇത് കേട്ട മാത്രയിൽ ട്രംപ് അവിടെ ആളാവാൻ നോക്കി. അതാണ് ഈ കാര്യത്തിൽ വാസ്തവത്തിൽ നടന്നത്. ഇന്ത്യ അക്കാര്യം നിഷേധിച്ചിരുന്നു. നേരത്തെ തന്നെ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി നേരത്തെ തന്നെ ഇക്കാര്യം നിഷേധിച്ചിരുന്നു. അപ്പോൾ തന്നെ ട്രംപ് ചമ്മി. അപ്പോൾ തന്നെ ട്രംപ് അയാളുടെ നിലപാട് മാറ്റി. ഞാൻ മധ്യസ്ഥനായി എന്നല്ല, ചർച്ചകളൊക്കെ നടത്തി എന്നുള്ള ഒരു നിലപാട് മയപ്പെടുത്തലിലേക്കും ട്രംപ് പോയി. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു കാര്യം വ്യക്തമാണ്, ഇന്ത്യൻ നിലപാടുകൾ നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. അത് കൃത്യമായി അതിൻ്റെ ടൈം ലൈൻ സഹിതം പുറത്തു വന്നതോടുകൂടി ഇന്ത്യയുടെ ഇക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തവും സുദൃഢവുമായിട്ടുണ്ടെന്ന് വേണം നിസ്സംശയം പറയേണ്ടി വരും.
അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നേരത്തെ പ്രേംലാൽ ചേട്ടൻ പറഞ്ഞതുപോലെ വഴിയിൽ പോണ എല്ലാ കുഞ്ഞുങ്ങളുടെയും തന്ത ഞാനാണ് എന്ന് പറയുന്ന ഒരു നിലപാട് പണ്ടേ അമേരിക്കയ്ക്കുണ്ട്. കാരണം സാമ്പത്തികമായി വലിയ ശക്തി എന്നാണ് അവർ പറയുന്നത്, ലോക പോലീസ് എന്നാണ് പറയുന്നത്, ഇന്ത്യയുമായി നല്ല ബന്ധവും അവർക്കുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ ഇന്ത്യ ഇപ്പൊ കാശ്മീരിന്റെ കാര്യം വന്നപ്പോൾ മോദി പറഞ്ഞു അത് ഞങ്ങളുടെ ആഭ്യന്തര പ്രശ്നമാണ്, തൽക്കാലം ഇടപെടേണ്ട, ഞങ്ങൾക്കത് തീർക്കാൻ അറിയാം, നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് അവിടെ ഇരുത്തി. ഈ പ്രശ്നം വന്നപ്പോഴും നരേന്ദ്രമോദി ജനങ്ങളുടെ അഭിസംബോധന ചെയ്തപ്പോൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ വലിയ വിമർശനം ഉന്നയിച്ചു. അമേരിക്ക പറഞ്ഞതുകൊണ്ടാണ് നമ്മളത് കേട്ടത്, അമേരിക്കയ്ക്കാണ് നമ്മുടെ കാര്യത്തിൽ വളരെ തീരുമാനമെടുക്കാനുള്ള പിന്നെ എന്താ സ്വാതന്ത്ര്യമുള്ളത് അമേരിക്കയ്ക്കാണെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യൻ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ ഒരു മധ്യസ്ഥരെയും വിളിച്ചിട്ടില്ല, പാകിസ്ഥാൻ വന്ന് കാല് പിടിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഇത് അവസാനിപ്പിച്ചത്. പക്ഷെ നയതന്ത്ര പ്രഹരം ഇപ്പോഴും ഇനിയും തുടരും, പാകിസ്ഥാൻ ഭീകരവാദികളെ നിർത്തുന്നത് വരെ. എന്തുദ്ദേശത്തിലാണ് ട്രംപ് ഇത് തള്ളിയത്? അദ്ദേഹത്തിന് സത്യം പറഞ്ഞ ഈ സ്ഥലകാല ബുദ്ധി ഉണ്ടോ എന്നുള്ള കാര്യം പലരും സംശയം ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹം ഈ ഒരു അമേരിക്കൻ പ്രസിഡന്റ് എന്നാൽ നമ്മൾ കരുതുന്ന ഒരു പൊസിഷനുണ്ട്, ഒരു സ്ഥാനമുണ്ട്. അതല്ലാണ്ട് പഴയ വഷളത്തരങ്ങൾ അദ്ദേഹം ട്വീറ്റിലൂടെ, നമ്മൾ മാർപ്പാപ്പയുടെ കാര്യം ഉദാഹരണത്തിൽ ഇപ്പോൾ പറയാം, ഒരു സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും ചെയ്യുമോ? മാർപ്പാപ്പയുടെ ചിത്രം അദ്ദേഹത്തിൻ്റെ AI ഇമേജ് വെച്ചിട്ട് സ്വന്തം ഔദ്യോഗിക അക്കൗണ്ട് വഴി അത് ലോകത്തെ അറിയിക്കുക. അതിലൂടെ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത്? അദ്ദേഹം മാർപ്പാപ്പയാകുമെന്നാണോ അതോ മാർപ്പാപ്പയുടെ ആ സ്ഥാനത്തെ അവഹേളിക്കുകയാണോ? എന്തും ആയിക്കോട്ടെ, അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഇന്ത്യ ലക്ഷ്യമിടുന്ന ഇത്തരം അമേരിക്കയുടെ അല്ലെങ്കിൽ ട്രംപിൻ്റെ ഇത്തരം കുട്ടികൾക്ക് നിന്നു കൊടുക്കുക എന്നുള്ളതാണ്. ഇന്ത്യ കൃത്യമായ നിലപാടുകളുമായി മുമ്പോട്ട് പോകുന്നു. ഇന്ത്യ വിദേശ പ്രതിനിധി സംഘങ്ങളെ അയക്കുന്നു. ഇന്ത്യൻ നിലപാട് ഇക്കാര്യത്തിൽ വ്യക്തമാക്കാൻ പോകുന്നു. ഇന്ത്യ ഇക്കാര്യത്തിൽ നേരിടാൻ പോകുന്ന ഒരു വെല്ലുവിളി പാകിസ്ഥാൻ്റെ ഇരവാദമാണ്. പാകിസ്ഥാൻ ലോകരാജ്യങ്ങളെ അറിയിക്കാൻ പോകുന്നത് ഇന്ത്യ കുടിവെള്ളം മുട്ടിച്ചു, ഇന്ത്യ ഞങ്ങളുടെ പൗരന്മാരെ ആക്രമിച്ചു എന്നുള്ളതായിരിക്കും. പക്ഷേ ഇന്ത്യ ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഇന്ത്യ ഭീകര കേന്ദ്രങ്ങളെയാണ് ആക്രമിച്ചത്, ഭീകരവാദികളെയാണ് വധിച്ചത്, സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചില്ല. പക്ഷേ പ്രത്യാക്രമണം ഉണ്ടായപ്പോൾ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചത്. പിന്നെ ഒരു മാനുഷിക പ്രശ്നം ഉന്നയിക്കാൻ സാധ്യതയുള്ള കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ്. ഇൻഡസ് വാലി ട്രീറ്റി പ്രകാരം ഇന്ത്യ പാകിസ്ഥാൻ കരാറിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഗുഡ് വിൽ ആൻഡ് ഫ്രണ്ട്ഷിപ്പ് എന്നാണ്. അതായത് പരസ്പര സഹകരണവും സമാധാനം. അതേപോലുള്ള പാകിസ്ഥാനോട് ഇന്ത്യ ആ തരത്തിൽ സൗഹൃദം പുലർത്തുമ്പോൾ പാകിസ്ഥാൻ നമുക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് തീവ്രവാദവും ആക്രമണവും അത്തരം കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് ആ ഒരു വിഷയത്തിൽ ഊന്നിയായിരിക്കും. അതോടൊപ്പം തന്നെ ചൈനയുടെ ഇക്കാര്യത്തിലുള്ളൊരു നിലപാട് കൂടിയുണ്ട്. സാധാരണ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടാകുമ്പോൾ അത് നോക്കി നിന്ന് കൗതുകത്തോടെ പറ്റുമെങ്കിൽ ഇന്ത്യക്കൊരു പണി കൊടുക്കാം, ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലകളിൽ സൈനിക സാന്നിധ്യമൊക്കെ വർദ്ധിപ്പിച്ച് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാം, ഈ ഒരു നിലപാടാണ് ചൈന കാലാകാലങ്ങളായി സ്വീകരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ ആ ഒരു സമയത്ത് ചൈന ബുദ്ധിപരമായ മൗനം പാലിച്ചു. ഇന്ത്യയെ ഏതെങ്കിലും തരത്തിൽ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചില്ല. ഒരു പരിധിവരെ അത് ഇന്ത്യ അനുകൂല നിലപാട് തന്നെയാണെന്ന് കരുതാൻ. അവർക്ക് ചില വ്യവസായ താല്പര്യങ്ങളുണ്ട് അതിൻ്റെ പിന്നിൽ. കാരണം ഇന്ത്യയിലേക്ക് ധാരാളം കോടിക്കണക്കിന് ഡോളറിൻ്റെ ഇറക്കുമതി ഇന്ത്യ ചൈനയിൽ നിന്ന് നടത്തുന്നുണ്ട്. അത് അവർക്ക് അമേരിക്കയുമായിട്ടുള്ള ഒരു വ്യാപാര യുദ്ധം നിലനിൽക്കുന്ന സമയത്ത് അത് ചൈനയെ സംബന്ധിച്ചൊരു ആശ്വാസമാണ്. ചൈനയ്ക്കെതിരെ ഇന്ത്യയും അമേരിക്കയ്ക്ക് സമാനമായൊരു നിലപാടിലേക്ക് പോയാൽ അവർ കടുത്ത സമ്മർദ്ദത്തിലേക്ക് പോകും. അതോടൊപ്പം തന്നെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിക്കേണ്ടത് ചൈനയുടെയും കൂടി ആവശ്യമാണ്. കാരണം കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം പാകിസ്ഥാനിൽ ചൈന നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യയുടെ ആക്രമണം ഇതിലും രൂക്ഷമാവുകയാണെങ്കിൽ അവരുടെ അത്തരം ചില നിക്ഷേപ സാധ്യതകളും അല്ലെങ്കിൽ അവരുടെ നിക്ഷേപങ്ങളും ഒക്കെ തകർന്ന് അടിയാൻ സാധ്യതയുണ്ട്. ഇത് കണ്ടുകൊണ്ട് ചൈന ബുദ്ധിപരമായ ഒരു മൗനം പാലിച്ചു. ഇക്കാര്യത്തിൽ ഇന്ത്യക്ക് വിരുദ്ധമായ നിലപാട് ചൈന സ്വീകരിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഇന്ത്യക്ക് അനുകൂലമാണ്. ഇതും ലോകവേദികളിൽ ഇന്ത്യ അവതരിപ്പിക്കാൻ പോകുന്നു. ഏതായാലും 59 പേരടങ്ങുന്ന 7 സംഘങ്ങൾ ഇതിനോടകം സജ്ജമായിട്ടുണ്ട്. അവർ ഏതാണ്ട് 33 രാജ്യങ്ങളെ ഈ കാര്യങ്ങൾ അഭിസംബോധന. ഏറ്റവും സുപ്രധാന സംഗതി, UN സുരക്ഷാ സമിതിയിലെ എല്ലാ രാജ്യങ്ങളെയും, ചൈന പാകിസ്ഥാൻ ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങളെയും കഴിയുന്നതും അവിടുത്തെ പ്രധാനമന്ത്രിമാർ, മുൻ പ്രധാനമന്ത്രിമാർ, പ്രതിപക്ഷ നേതാക്കൾ, മറ്റ് പൗരപ്രമുഖരടക്കമുള്ളവരെ ഇന്ത്യൻ സംഘം കാണുന്നു, ഇന്ത്യയുടെ നിലപാടുകൾ അവതരിപ്പിക്കുന്നു. ഇക്കാര്യത്തിൽ പാകിസ്ഥാനെതിരെയുള്ള ഒരു ലോക അഭിപ്രായം അല്ലെങ്കിൽ പൊതുജന അഭിപ്രായ രൂപീകരണത്തിലേക്ക് ഇന്ത്യ കടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഒരു ചിത്രം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കാണേണ്ടി വരും.